ഒരു റമളാൻ കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ റമളാൻ കഴിയുമ്പോൾ എന്താണ് ഇനി ബാക്കി ഉണ്ടാകുക? ഈ റമളാനിന് ശേഷം എന്തൊരു നേട്ടമാണ് നമുക്ക് ജീവിതത്തിൽ ബാക്കി ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം എത്രയോ പെരുന്നാള്, എത്രയോ നോമ്പ് നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി അല്ലെ? നമ്മൾ വളരെ ചെറുപ്പത്തില് ചെറുതായ ഒരു 3-4 വയസ്സായ കാലത്ത്, അല്ലെങ്കിൽ ആ മദ്രസിൽ 1-ാം ക്ലാസ്സിൽ ചേർത്തുനീന്റെ അതിന്റെ മുമ്പൊക്കെ നമ്മൾ നോമ്പ് നോറ്റിട്ടുണ്ട്. രാവിലെ ഉമ്മാക്ക് നീച്ചാൻ മടിയേക്കാറ്, കാരണം സുബീസ്കരിച്ച് നോമ്പിനൊരു ഉറക്കുണ്ട്. അപ്പം നോമ്പ് നോറ്റ് മദ്രസക്ക് പോയിക്കുവാറ്. എന്നാ ചായ പിടിച്ചിട്ടുണ്ടല്ലോ, മദ്രസിട്ടെന്ന അമ്മ അറിയുന്ന നോമ്പ് പിടിച്ചോളാം അറിയാം. അങ്ങനെ നമ്മളെ നോമ്പ് ഒൽപ്പിച്ച് പിന്നെ നമ്മളോട് ഒരു 100 വരെ നോമ്പ് ഒൽപ്പിച്ച് 100 വരെ നോമ്പ് വെച്ചാൽ മതി അല്ലേ? അങ്ങനെ നമ്മളെ കുറെ 100 വരെ നോമ്പ് ഒൽപ്പിച്ച് അങ്ങനെ നമ്മൾ എത്രയോ കാലങ്ങളായി നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറച്ചും കൂടി ഈസിയാണ്. ഫർള് നോമ്പ് പറഞ്ഞാല് സുന്നത്തിനേക്കാൾ എളുപ്പമാണ് എടുക്കാം. സുന്നത്താണ് ഇങ്ങോട്ട് എടുത്ത ആയി കിട്ടാതൊക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ഇത്രയും കാലം നോമ്പ് വെച്ച് എത്രയോ പെരുന്നാള് നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി, നോമ്പൊക്കെ കഴിഞ്ഞിട്ട്. ഈ റമളാനുകളൊക്കെ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് അല്ലേ? ഓരോ റമളാൻ കഴിയുമ്പോഴും നമ്മളെ അലമാറയിൽ പുതിയൊരു 2 മാക്സി ഉണ്ടാവും എന്നല്ലാണ്ട്, അല്ലെ പുതിയ ഒരു കരള്ള തുണി, പുതിയൊരു പാന്റും കുപ്പായൊക്കെ നമുക്ക് കിട്ടുന്നല്ലാണ്ട് ഈ റമളാൻ കൊണ്ട് എന്ത് മാറ്റമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്? അല്ല, ആദ്യം തന്നെ തരാം, റമളാൻ കഴിഞ്ഞ് പെരുന്നാളിന്റെ അന്ന് സുബൈന്റെ സൊഫില് പള്ളിക്ക് പോയി നോക്കിയാൽ മതി, എത്ര ആളുണ്ട്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ആളുകൾ സുബൈ നിസ്കരിക്കുന്ന ദിവസമാണ് ചെറിയനാളിന്റെ അന്ന് സുബൈക്ക്. നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം, എന്താണ് നമ്മൾ നോമ്പുകൊണ്ട് നേടിയത് എന്നുള്ളത്. കുറെ പാന്റും കുപ്പായെടുക്കലും കുറെ സമൂസ ഉണ്ടാക്കലും ആണോ സഹോദരന്മാരെ നോമ്പ് പറഞ്ഞാല്? എന്തിനാണ് പഠിച്ചോ നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാല്? നേരം വെളുത്ത് വൈകുന്നേരമാവോളം പട്ടിണി ഇറക്കാറിന് അത്ര വലിയ ഇടങ്ങേറുള്ള കാര്യമൊന്നല്ല. നമ്മൾ ചെറുപ്പത്തിലെ ശീലിച്ചുകൊണ്ട് നമുക്ക് ഒരു മെനക്കെടുമില്ല നേരം വെളുത്ത് വൈകുന്നേരമാവോളം പട്ടിണി അടക്കാൻ. കാരണം മഗ്‌രിബ് തുറന്നാ പിന്നെന്താണ്, പിന്നെ നമ്മളെ ഇത് പറയില്ലേ, എന്താണ് റെയിൽവേ ക്രോസ് ഇല്ലേ, അതാണ് തുറന്ന മാരിയ. പിന്നെ ഒന്നായിട്ടല്ലേ അല്ലേ? നാരങ്ങള്ളം, ജ്യൂസ്, സമൂസ, പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് പത്തിരി അപ്പം തിന്നാൻ പറ്റുമെങ്കിൽ അപ്പം തിന്നും. പിന്നെ നോമ്പുറന്ന് തറാവി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ പിന്നെ തരിക്കഞ്ഞി അല്ലെങ്കിൽ ചീരാകഞ്ഞി കുടിച്ചിട്ട് 10 മണിക്കാണ് കടക്കണം. എന്നിട്ട് പിന്നെ നീച്ചുകാണ്ട് പിന്നെ തന്നെ ചോറും മീനും. അതായത് പകല് തിന്നിന്റെ ഇരട്ടിയാണ് രാത്രി തിന്നത്. നിങ്ങളെല്ലാരും ബഡ്ജറ്റ് എടുത്ത് നോക്കി. നോമ്പിനാണ് ചെലവ് കൂടുതൽ എന്നാ പറയാം. നോമ്പിനാണ് ചെലവ് കൂടുതൽ, വെളിച്ചെണ്ണയും എല്ലാം നമുക്ക് ചെലവ് കൂടുതൽ എന്നാ നോക്കിയാൽ നോമ്പിനേക്കാരം. അങ്ങനെയാണോ സഹോദരങ്ങൾ? അതാണോ നോമ്പിന്റെ ലക്ഷ്യം? അല്ല, നോമ്പിന്റെ ലക്ഷ്യം തഖ്വയാണ്. ആ തഖ്വ എന്താണ്? വിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സൃഷ്ടി പ്രപഞ്ചത്തിലെ കുറെ പ്രതിഭാസങ്ങളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയാൻ വിശുദ്ധ ഖുർആനിൽ കുറെ സ്ഥലത്ത് കാണാൻ പറ്റും അല്ലെ? വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. പിന്നെ വൽ ഫജ്ർ അല്ലെ, വൽ ലൈൽ, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് പഠിച്ചോ സത്യം ചെയ്ത് പറയുമ്പം അവിടെ എന്തുണ്ടാവും? അവിടെ ആ സത്യം ചെയ്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, പിന്നെ ആ സത്യം ചെയ്യുന്ന കാര്യം ഉണ്ടാവും. അപ്പോ വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്ന് പറയുമ്പം എന്തിനാണ് പഠിച്ചോ കാലത്തെ സത്യം ചെയ്ത് പറയണത്? നമ്മളെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ ശ്രദ്ധ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാരൊക്കെ നഷ്ടത്തിലാണ് എന്ന് പറയാൻ, ആ പറയാൻ പോണ വിഷയത്തിന്റെ ഗൗരവം നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് പടച്ചോൻ എന്ത് പറയണത്? ഒരു കാര്യത്തെ സത്യം ചെയ്ത് പറയണത്. വിശുദ്ധ ഖുർആനില് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സത്യങ്ങൾ പറഞ്ഞ സൂറത്ത് ഏതാ നോക്കിയാല് ഏതാണ്? ഇതൊക്കെ പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ കാര്യത്തെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞത് ഒരൊറ്റ സൂറത്തില്
വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാ, അതൊക്കെ സത്യമാണ്. സൂര്യൻ അതിന്റെ പ്രഭ അത് തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാ, ചന്ദ്രൻ, വന്നഹാർ പകല്, വല്ലൈലി രാത്രി, വസ്സമായി ആകാശം, വൽ അർളി ഭൂമി, വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യന്റെ നഫ്സ് തന്നെയാണ്. അതിനെ ആ അസ്തിത്വത്തെ സംവിധാനിച്ച രീതി അല്ലേ? എന്നിട്ട് പഠിച്ച ആ നഫ്സിന് എന്തുണ്ട്? ആ നഫ്സിന് ഫാജിറാകാനുള്ള ഒരു ഗൈഡൻസ് ഉണ്ട് അല്ലെ? അതിന് ദുഷ്ടത്തരുണ്ട്. അതേപോലെ തന്നെ അതിനെന്തുണ്ട്? അതിന് തഖ്വയുണ്ട്. അത് സൂക്ഷ്മത. ഏതൊരു കാര്യത്തിലും രണ്ട് നിലപാടാണ് നമുക്കുള്ളത് അല്ലെ? നമ്മൾ എന്ത് ആക്ഷൻ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഒന്ന് നമ്മൾ തോന്നിയ പോലെ ചെയ്യും. രണ്ടാമത്തത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യാം. അതിന്റെ വരും വരായ്മകൾ ആലോചിച്ച് ചെയ്യാം. മറ്റു തോന്നിയ മാതിരി ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് സ്വർഗം ഉണ്ടാക്കിയിട്ട് പടച്ചോൻ ജിബിരിലിനോട് പറയാണ്, ജിബിരിലെ ഒന്ന് പോയി നോക്കൂ, ആ സ്വർഗം ഒന്ന് കണ്ടിട്ട് വാന്നറിയില്ലേ? ഇപ്പൊ നമ്മൾ നല്ല കൗതുകമുള്ള ഒരു സാധനം ഉണ്ടാക്കിയാൽ നമ്മൾ സർപ്രൈസ് ആയിട്ട് പറയല്ലോ, എന്ത് പോയി നോക്കുന്നൊന്ന് വിവരം പറയാം എങ്ങനെ ഉണ്ട്. ഇപ്പൊ ജിബിരിലിനോട് പറയാം, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം അല്ലെ? ജിബിരിലിനോട് പടച്ചോൻ പറഞ്ഞെന്ത്? സ്വർഗം ഉണ്ടാക്കി ഒന്ന് പോയി കണ്ടിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ജിബിരിയില് ആ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങളും അതിന്റെ ലക്ഷറി ഒക്കെ കൂടി കണ്ടുവന്നിട്ട് ജിബിരിയില് നബിനോട് പറയണത്, പടച്ചോനെ ഇതെങ്ങാനും എന്റെ അടിമ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെങ്കിലും തലയും കുത്തി തരല്ല, നമ്മള് തലയും കുത്തിയിട്ടാണെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള പണി കൊടുക്കും. അങ്ങനെ അള്ളാഹു രണ്ടാമത് എന്ത് ചെയ്തങ്ങള്? ദേഹേച്ഛകൾ ആ സ്വർഗത്താണ് മൂടിയെന്ന്, മനുഷ്യന്റെ ദേഹേച്ഛകൾ കൊണ്ട്. കാരണം നമുക്കിങ്ങനെ പലതും തോന്നും മനുഷ്യന് അല്ലെ? അധികം നമുക്ക് മാണ്ടാത്തതാ തോന്നുക. കാരണം മാണ്ടാത്തതാണല്ലോ കാണണോ കേൾക്കണോ ഒക്കെ. അപ്പൊ ദേഹേച്ഛകൾ കൊണ്ട് കൂടി. എന്നിട്ട് ജിബ്രീലിനോട് ഒന്നും കൂടി ചെന്ന് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ജിബ്രീൽ പോയി നോക്കി വന്നിട്ട് പറഞ്ഞു, ഒരാള് പോലും ഇതിനുള്ളിൽ കയറി കിട്ടാൻ പാടേക്കാരം. കാരണം അത്രയും മനുഷ്യൻ അതിൽ നിന്ന് തെറ്റിക്കുന്ന ദേഹേച്ഛകൾ നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കണം. അവിടെയാണ് നമ്മുടെ നഫ്സിനെ നമ്മൾ തഖ്വയുള്ളതാക്കണോ ഫാജിറാക്കണോ എന്ന് കൃത്യമായിട്ട് പഠിച്ചോമ്പോൾ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് വേറൊരു സ്ഥലത്തും അള്ളാഹു സത്യം ചെയ്ത് ഒന്നിച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്ന പോയിന്റ് എന്താ? ആരാണ് ആ നഫ്സിനെ പരിശുദ്ധപ്പെടുത്തിയത്? അവൻ വിജയിച്ചു. അപ്പൊ ആ നഫ്സിനെ പരിശുദ്ധപ്പെടുത്തിയവന്, അതിനെ നന്നാക്കിയവൻ, അതിന് തസ്കിയത്ത് കൈക്കൊണ്ടവൻ. എന്താ തസ്കിയത്ത് പറഞ്ഞാല്? സക്കായസ്കി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് നമ്മൾ വളരുക എന്ന് പറയും. ഒരു സാധനത്തിനെ കേടൊക്കെ ഒഴിവാക്കി ശുദ്ധീകരിക്കണേന്ന് പറയും. അതേപോലെ തന്നെ അതിന്റെ വളർച്ചക്കും പറയും. ഇത് രണ്ടും കറക്റ്റാണ്. കേടൊക്കെ ഒഴിവാക്കി അതിനെ നന്നാക്കി പരിപോഷിപ്പിക്കുക. അതാർക്കാണ് സാധിക്കുന്നത്? അവനാണ് സഹോദരങ്ങളെ വിജയിച്ച ആള്. നമ്മളെന്താ പറയുക? നമ്മള് വിജയം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതൊക്കെ. അപ്പൊ നിങ്ങൾ ഒരാളോട് വെറുതെ ചോദിച്ചു നോക്കണ്ടി, എന്തൊക്കെയാ ഇപ്പൊ വർത്താനം ചോദിച്ചാൽ അയാൾ എന്താ പറയാറ്? നിങ്ങള് അതന്നെയാണ് നമ്മളെ കാഴ്ചപ്പാട്. എന്താപ്പോ സുഖം തന്നെയാണ് അല്ലെ? മൂത്ത മകന് ജോലിയായി, രണ്ടാമത്തോനിപ്പോ എഞ്ചിനീയറിംഗിന് ചേർത്തുകണ്, ചെന്നൈയിലാണ് IIT കിട്ടിക്കണ്, മറ്റോള് ജിപ്മറിൽ പഠിക്കുകയാണ്, നാലാമത്തോള് പാലയിലാണ്. എന്താ പാലയില് പറഞ്ഞാൽ നിങ്ങള് ഇനി അടുത്തൊല്ലോ MBBS കിട്ടുന്ന അതിന്റെ അർത്ഥം. ഇക്കൊല്ലം പാലയിലാണ് പറഞ്ഞാൽ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങള് എന്റെ മക്കളൊക്കെ അൽഹംദുലില്ലാ നല്ല റാഹത്താണ്, നല്ല ഈമാൻ, നല്ല അവസ്ഥയാണ്, മക്കളൊക്കെ ആദ്യത്തെ സ്വത്ത് തന്നെ ഉണ്ടാവും, ജോലിയൊന്നും ശരിയായിട്ടില്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങള്? നമ്മൾ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതൊക്കെ അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു വൈബാണ്. അപ്പൊ അതിന് മാറണം. ആരാണ് വിജയിച്ചവൻ? സഹോദരങ്ങളെ, എന്താണ് വിജയം എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ നോമ്പ് കൊണ്ട് പടച്ചോൻ ഉദ്ദേശിക്കുന്നത് അല്ലെ? നമ്മൾ വിജയം എന്ന് പറയുമ്പോൾ നമുക്ക് ദുന്യാവിന്റെ വർധനവാണ്. അതിലെ സമ്പത്തും സ്വത്തുക്കളും സന്താനങ്ങളിലുള്ള വർധനവും പരസ്പരം പെരുമ നടിക്കലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു വിജയമായി കാണുന്നത്. ഒരു ജോലി ഇല്ല എന്ന് പറഞ്ഞാല് അത് വലിയ പരാജയമായിട്ടാണ്. ഇത്രയും പഠിച്ചിട്ട് ഒരു ജോലി ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാല് നീ ജീവിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളടത്താണ് ആൾക്കാർ നിൽക്കുന്നത്. ഒരു ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്നലെ ഒരു പെൺകുട്ടി ചോദിച്ചാണ്,
ഇപ്പൊ എന്താ പെൺകുട്ടികളാണല്ലോ ഏറ്റവും കൂടുതൽ MDMA ഒക്കെ ഉപയോഗിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടോ? പിന്നെ കുറെ ആലോചിക്കേണ്ടി വന്നില്ല. കാരണം പണ്ട് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആണുങ്ങളോട് ചോദിച്ച് ഇടങ്ങേറായി ഒരു മാക്സി എടുത്തേരി എന്ന് പറഞ്ഞ് ഒരു 100 വട്ടം പറയുമ്പോൾ ഒരു മാക്സി ഇട്ടുള്ളൂ. ഇല്ല എന്നിപ്പോ എന്നാ നോക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്, നോക്ക് സ്വന്തമായിട്ട് ഫോണുണ്ട്, പിന്നെ എന്താ MDMA അടിച്ചിട്ട് ആരെങ്കിലും വാങ്ങി കൊടുത്തിട്ട് വേണ്ടല്ലോ. ഓർഡർ ചെയ്താൽ വരും, ഗൂഗിൾ പേ ചെയ്താൽ സാധനം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ MDMA ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞെന്തരോ, ഇത് ജീവിതത്തിന്റെ ഒരു വിജയമായിട്ട് ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പം നമ്മൾ മറന്നു പോകുന്ന ഒരു വശമുണ്ട്. നമ്മൾ ശരീരത്തെ നമ്മൾ പട്ടിണിക്കിട്ടത് എന്തിനാണ്? അല്ലെ, അടിസ്ഥാനപരമായ മനുഷ്യന്റെ ആവശ്യങ്ങളാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന വികാരമാണ്. ഭാര്യാഭർത്തൃ ബന്ധം അത് മനുഷ്യന്റെ അടിസ്ഥാന വികാരമാണ്. അതെല്ലാം നമ്മൾ കുറച്ചു സമയം മാറ്റിവെച്ചു. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട്. ആരും ബോധ്യപ്പെടുത്താനല്ല. നമുക്ക് പാവതല വെള്ളം കുടിച്ചാൽ, ആരും കാണാതെ വെള്ളം കുടിച്ചാൽ എത്രയോ അവസരങ്ങൾ നോമ്പിനുണ്ട്. പക്ഷെ നമ്മളതൊന്നും ചെയ്യണില്ല. കാരണം എന്താ? നോമ്പ് എന്നുള്ളത് നമ്മൾ പടച്ചോൻ ഉദ്ദേശിച്ച് അള്ളാന്റെ വജഹ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഇബാദത്ത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് പല സ്ഥലത്തും നോമ്പ് കുറിച്ചുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്താതെ നമ്മൾ നോമ്പ് നോറ്റത് എന്തിനാണ്? അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ട് പടച്ചോൻ പറഞ്ഞിട്ട് തന്നെയാണ്. അല്ലെ, ആ നോമ്പ് നമ്മൾ പൂർത്തിയാക്കി. നമ്മളെ വികാരങ്ങൾ മാറ്റിവെച്ചു. ഒരു പ്രത്യേക സമയം നമ്മളതൊക്കെ മാറ്റിവെച്ചു. ഒരു 30 ദിവസക്കാലം. എന്നിട്ട് നമ്മള് സഹോദരങ്ങളെ, അതിനേക്കാൾ പ്രയാസമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ്. അള്ളാഹു ഒരു എളുപ്പത്തെ ഉദ്ദേശിക്കുന്നുണ്ട്. നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ പടച്ചോൻ ഖുറാനിൽ പറഞ്ഞ വാക്കാണത്. നോമ്പുമായി ബന്ധപ്പെട്ട് 4 ആയത്തെ ഖുറാനിലുള്ളൂ. ഞാൻ പറഞ്ഞ ചെറുപ്പത്തിൽ നമ്മളെ നോമ്പ് നോറ്റിക്കാലം അത്രയും കൊല്ലം നമ്മൾ നോൽക്കണ ഈ നോമ്പിന് വിശുദ്ധ ഖുർആൻ 4 ആയത്തെ പറഞ്ഞിട്ടുള്ളൂ. 4 ആയത്ത്. അതിന്റെ ഓരോ വാക്കും മുത്തുമണികളാണ്. അല്ലെ, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ. അള്ളാഹു ആ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എളുപ്പത്തെയാണ്. സഹോദരങ്ങളെ, ആലോചിച്ചാൽ എന്തെളുപ്പല്ലത് അല്ലെ? ആ നോമ്പ് നിർബന്ധമാക്കിയ സഹാബത്തിനോട് അവര് പട്ടിണിയായിരുന്നു, കൊടും ചൂടായിരുന്നു അല്ലെ? അവരൊക്കെ നോമ്പ് നിർബന്ധമാക്കി. അവരോട് ബദറിന് പോകാൻ വേണ്ടി പറഞ്ഞു, യുദ്ധത്തിന് പോകാൻ പറഞ്ഞു. എന്നിട്ട് പടച്ചോൻ പറയാണ് ഈ നോമ്പ് എളുപ്പമാണെന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു എളുപ്പമല്ല, അവിടെ ഒരു എളുപ്പമുണ്ട്. ആ എളുപ്പം എന്താണ്? അല്ലെ, പ്രയാസത്തോടൊപ്പം ഒരെളുപ്പമുണ്ട്, ഞെരുക്കത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട്. അതെന്താണ്? ഇങ്ങനെ അടിസ്ഥാനപരമായ വികാരങ്ങളെ നമ്മൾ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചെങ്കിൽ അല്ലെ, ഇത് അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ അനാവശ്യമായ കാര്യങ്ങൾ മാറ്റിവെക്കാൻ എന്ത് പ്രയാസമുള്ളത്? നമ്മളെന്താ പറയുക? നമ്മൾ അങ്ങനെ കാണില്ല എന്നുള്ളതാണ് അല്ലെ. നേരം വെളുത്ത് വൈകുന്നേരാഗോളം അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വികാരങ്ങളെ നിയന്ത്രിച്ച് അല്ലെ, ദേഷ്യം വന്നാലും മുണ്ടൂലെ നമ്മള്. നോമ്പ് ബാത്തിലായി പോകുമെന്ന് പേടിച്ചിട്ട്, നോമ്പിന്റെ ചൈതന്യം നഷ്ടപ്പെടുമെന്ന് കേട്ടിട്ട് നമ്മൾ ഏറൊടുപ്പിച്ചാലും നമ്മൾ എന്ത് ചെയ്യൂല? നമ്മളവിടുന്ന് മുണ്ടാതൻ പൂര ചെയ്യാം, ബാക്കി പറയാൻ നിൽക്കൂല. കാരണം പറഞ്ഞ അധികവും മുണ്ടാതൻ പൂര. എന്തിനു വേണ്ടി? ഈ നോമ്പ് നിലനിർത്താൻ വേണ്ടിട്ട്. ഈ നോമ്പിന്റെ ലക്ഷ്യണത്. അനാവശ്യ സംസാരങ്ങളിൽ മാറി നിന്നു, അനാവശ്യ കാഴ്ചകൾ നമ്മൾ അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്തിട്ടില്ല? ഈ നോമ്പിന് സമയം ചെലവഴിച്ചിട്ടില്ല. യൂട്യൂബ് വീഡിയോകൾ അനാവശ്യമായി കണ്ടിട്ടില്ല അല്ലെ? നമ്മൾ വെറുതെ സൊറ പറഞ്ഞിരുന്നിട്ടില്ല. ഓരോ സെക്കൻഡും നമ്മൾ ഉപയോഗപ്പെടുത്തി. എന്തിനു വേണ്ടി സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ തഖ്വ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ? നമ്മളെ ആത്മാവിനെ നമ്മൾ പരിശുദ്ധരാക്കാൻ വേണ്ടിയിട്ടാണ്, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് തുടർന്ന് നമുക്ക് സാധിക്കണമെങ്കിൽ ആ ഒരു മാനസിക നിലവാരത്തിൽ നമുക്ക് ബാക്കി ജീവിതത്തെയും ബാക്കി സമയങ്ങളെയും നമുക്ക് സമീപിക്കാൻ സാധിക്കണം. അന്ന് പറ്റാത്ത എന്താ വെച്ചാല്, നമ്മളിത് കഴിഞ്ഞാല് നേരെ എന്ത് ചെയ്യാണ്? ആ സുബൈ അല്ലെ, പെരുന്നാളിന്റെ അന്നത്തെ സുബൈയോടുകൂടി നമ്മളെ കാര്യം പോയി. അന്ന് തന്നെ സുബൈക്ക് നീക്കൂല, അന്ന് തഹജ്ജുദ് ഉണ്ടാവില്ല, അന്നൊന്നും ഉണ്ടാവില്ല. അന്ന് തറാവിയില്ല, വിത്റും ഇല്ല, തഹജ്ജുദും ഇല്ല, ഒന്നുമില്ല. സുബൈന്റെ മുമ്പുള്ള സുന്നത്തും ഇല്ല. ചില ആൾക്കാർക്ക് സുബൈ ജമാഅത്ത് വരെ ഉണ്ടാവില്ല. അപ്പൊ അതാണോ തഖ്വ എന്ന് പറഞ്ഞാല്? ആ നോമ്പിന് നിലനിർത്തേണ്ട തഖ്വ എന്ന് പറഞ്ഞ സഹോദരങ്ങളെ അല്ലെ, ഇപ്പൊ ചില ആൾക്കാര് നോമ്പിന് നമ്മള് ഇത്തികാഫിരിക്കണം, അല്ലെങ്കിൽ നോമ്പ് ഉംറക്ക് പോവാണ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നക, പള്ളിക്ക് പോയിട്ട് എന്താ അങ്ങനെ രാത്രി ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യും?
അങ്ങനെ നമ്മൾ ദിക്റുകളും ഖുർആൻ പാരായണം അല്ലെ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാണ്. അപ്പോ ഒരു സുഹൃത്ത് ചോദിച്ചാണ്, അതിന് അത്രയൊന്നും തെറ്റൊന്നും ഇപ്പൊ ഞാൻ ചെയ്യണില്ലല്ലോ. ഇങ്ങനെ കൊല്ലം കൊല്ലം പോയി ഇത്തികാഫിരിക്കാൻ മാത്രമുള്ള തെറ്റൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യണില്ല. അങ്ങനെ ചെയ്യണവര് പോയിക്കോട്ടെ അല്ലെ. കൊല്ലം കൊല്ലം ആൾക്കാർ അവസാനത്തെ പത്തിൽ ഉംറക്ക് മണ്ടണ് പൈസക്കാരൊക്കെ. കൊല്ലം അത്രയും തെറ്റിണ്ടാവും. അല്ല അപ്പൊ അങ്ങനെ ഇടങ്ങേറെ റിസ്ക് എടുത്ത് പോവോ കൊല്ലം കൊല്ലം? നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് നമ്മക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ പൊറുക്കലിനെ തേടുക, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്നത് കുറെ തെറ്റ് ചെയ്തോലാണോ സഹോദരങ്ങളെ? കുറച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരം വെളുക്കോളം നിസ്കരിച്ചു എന്നാണ് അല്ലെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെ പറ്റി പറയുന്ന ഹദീസ് കാണാൻ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിരിപ്പിലാണ് നബി നിസ്കരിച്ചത്. അപ്പൊ ആയിഷ ബീവിന്റെ കാലിങ്ങനെ ഇടക്കിടക്ക് നബിന്റെ മുന്നിക്ക് വരുന്നതാണ് നിസ്കാരത്തില്. ഉറങ്ങണോലെടുത്ത് നിസ്കരിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓലിങ്ങനെ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകും, കയ്യും കാലൊക്കെ ഇളകും. കാലൊക്കെ അങ്ങോട്ട് നമ്മൾ സുജൂദിനടുത്തേക്ക് വരും അല്ലെ. നിങ്ങള് കുട്ടികള് ഒപ്പം കടത്തി നിസ്കരിച്ചു നോക്കിയാൽ മതി. കുട്ടികൾ ഉറങ്ങി അങ്ങോട്ട് വരും, നമ്മളിങ്ങോട്ട് എടുത്തേക്കും, പിന്നെ ഇങ്ങോട്ട് വരും. അങ്ങനെ ആയിഷ ബീവിന്റെ കാൽ നബി എടുത്തുവെച്ചിക്കണ് അല്ലെ. അതുകൊണ്ടാണ് ഭാര്യനെ തൊട്ട ഒന്നും മുറിയില്ല എന്ന് പറയുന്നത്. ഭാര്യനെ തൊട്ട ഒന്നും മുറിയില്ല എന്താ? ആ ഉറക്കത്തില് നിസ്കരിച്ചു കൊണ്ടിരിക്കണ നബി ആയിഷ ബീവിന്റെ കാല് പിടിച്ച് ആ നിസ്കാരത്തിന്റെ സുജൂദിന്റെ സ്ഥലത്ത് നിന്ന് മാറ്റി വെച്ചിക്കണ്. എന്നിട്ട് വിത്റാണോ 8 റക്അത്ത് കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനെ നിസ്കരിക്കാൻ വിളിക്കണത് അല്ലെ. ആയിഷ ബീവി നോക്കുമ്പോ എന്താ നബിന്റെ കാലൊക്കെ നീര് വന്ന് മുട്ടി നിൽക്കാണ് അല്ലെ. നീര് എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ, നമ്മളെ OP-ലൊക്കെ ഈ വയസ്സായ ആൾക്കാർ വരും. വയസ്സായ ആൾക്കാർ വന്നാൽ ഈ വയസ്സായ ആൾക്കാരെ ഏറ്റവും വലിയ പ്രശ്നം കാര്യങ്ങള്, ഇവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. നേരം വെളുത്താൽ ഇങ്ങനെ സുബഹി നിസ്കരിച്ച് കാല് കിട്ടി ഇങ്ങനെ കുത്തിരിക്കും. എന്നിട്ട് ദിക്റൊക്കെ ചെല്ലുമ്പോ അയിമക്ക് ഇങ്ങനെ നോക്കും, എന്താ ഒരു നീരൊക്കെ, ഹൈ ഇതിപ്പോ ഇന്നലല്ലേ ഇന്നല്ലോ, എന്നാ ഡോക്ടറെ കാട്ടാ. എന്നിട്ട് നമ്മളെ കാട്ടാൻ വരും. ഡോക്ടറെ നീര് എന്തെങ്കിലും അല്ലെ. ഓലെ കാൽമ നീര് എന്നാല് ഓലെ മനസ്സിൽ നീരെട്ടിയ മാതിരിയാ. പിന്നെ ആ നീര് പോയാലേ ശരിയാവുള്ളൂ. നമ്മളിഞ്ഞ് കിഡ്നിന്റെ ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് എത്തൂല്ല പറഞ്ഞാല് പിന്നെ ചോദിച്ചു എന്താ ഈ നീര്, എന്താ കൊറേ നേരം നിന്നാ നീര് വരൂലേ? ഇത് പഴയ ഉസാറില്ല, പഴയ എഞ്ചിനാണ്, പഴയ കിർലോസ്കർ അറിയും. കാരണം നിങ്ങൾ ആലോചിച്ച് നീര് നമ്മൾ കുറെ നിൽക്കുമ്പോ മേലക്ക് പോവും സാധാരണഗതിയില്. അത് ഹാർട്ടൊക്കെ തന്നെ തിരിച്ചു പോവും. പക്ഷെ കുറെ വയസ്സാവുമ്പോ മിഷീൻ പഴയതല്ലേ, അപ്പൊ അങ്ങോട്ട് പഴയ മാരിയൊന്നും അങ്ങോട്ട് പോകൂല. അപ്പൊ കുറച്ചൊക്കെ അവിടെ കിടക്കും. അള്ളാന്റെ റസൂലിന്റെ കാൽമക്ക് നോക്കിയിട്ട് ആയിഷ റളിയല്ലാഹു സങ്കടപ്പെടാണ്. നേരം വെളുക്കോളം നിന്ന് നിസ്കരിച്ചാൽ ഞങ്ങള് ബക്കറിയും ആലു ഇമ്രാനും നിസാവൊക്കെയാണ് ഓതുന്നത്. നമ്മളെ മാതിരി കുല്ലല്ലാഹു ഓതി കളിച്ചല്ല. എന്നിട്ട് ഞാൻ നീര് കണ്ടിട്ട് എന്തിനാണ് നബിയെ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടതാണ് അല്ലെ. മുന്നു കഴിഞ്ഞതും ഇത് ചെയ്യാതിരിക്കുന്നൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് താങ്കൾ എന്തിനാണ് ഇങ്ങനെ നിസ്കരിച്ചത്, ഇത്രത്തോളം നിസ്കരിച്ചത് എന്തിനാണ്? അഫലാ അബ്ദൻ ശകൂറാന്നാ ചോദിച്ചത്. ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ട ആയിഷാണ്. ഞമ്മക്ക് തോന്നിയുള്ള സഹോദരൻ, നമ്മൾ നിസ്കരിച്ചത് എന്തിനാ അല്ലെ? നമ്മൾ നിസ്കരിച്ചത് എന്തിനാണ്? അള്ളാന്റെ റസൂല് ചോദിച്ചൊരു ചോദ്യം മറുപടിയാണ് അതുണ്ട്, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേന്ന്. അപ്പൊ സഹോദരങ്ങളെ, നന്ദി എത്രത്തോളം അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തിരുന്നു അല്ലെ. ഓരോ അവയവങ്ങള്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കണ്ടപ്പോഴേ ഇപ്പൊ കുറച്ച് ദിവസം കാണാനില്ലായിരുന്നു. അപ്പൊ മൂപ്പര് അളിയന്റെ ലിവർ മാറ്റിയേക്കാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോയതെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കാണാനില്ലായിരുന്നു. അപ്പൊ തമിഴ്നാട്ടിൽ പോയി മാറ്റി ചോദിച്ചു. അത് ഇവിടെ ഒന്നും കിട്ടാനില്ല സാധനം. ഇവിടെ ഒക്കെ എന്താ വെച്ചാൽ ബന്ധുക്കളുടെ കിട്ടുള്ളൂ. ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്, ലീഗൽ ഫോർമാലിറ്റീസ് കൂടുതലാണ്. അപ്പൊ കിട്ടാൻ കുറച്ച് മെനക്കെട. അവിടെ ആകുമ്പോ കായ് എടുത്ത് ആരും കിട്ടും. അപ്പൊ നമ്മള് ഇറച്ചി പീടി പോയി കണ്ടറിയില്ല, നമ്മള് ഇറച്ചി വാങ്ങാൻ പറഞ്ഞ ഔത്തർച്ചിന്റെ കണ്ടിട്ടറിയില്ല നമ്മള്. അതേമാതിരിയാണ് ലിവർ മാറ്റാറിന. ഔത്തർച്ചിന്റെ ചെറിയൊരു പീസ് മതി മാറ്റാൻ, ഒന്നായിട്ട് മാറ്റണ്ട. 40-45 ലക്ഷം റുപ്യക്ക് മാറ്റി തരാം. നമ്മള് ലിവറിന്റെ വിലയാണ് 45 ലക്ഷം റുപ്യ. ഹൃദയം ശ്വാസകോശം കൂടി മാറ്റി വെച്ച ഒരാള് 30 കോടി റുപ്യ അമേരിക്കയിൽ പോയിട്ട്. അപ്പൊ എത്രയായി? 30 കോടി ശ്വാസകോശത്തിനും ഹൃദയത്തിനും, 45 ലക്ഷം ലിവറിന്. എന്നിട്ട് ആൾക്കാർ പറഞ്ഞ് ചെത്തൂല്ല പടച്ചൊത്തും തന്നിട്ടില്ല എന്ന്. എന്തൊരു വർത്താനാണ് നോക്കിങ്ങള്. നന്ദി കെട്ട വർത്താനല്ല. ഇത്ര അനുഗ്രഹങ്ങൾ ചെയ്തിട്ട് ഓന്റെ ആ ശ്വാസകോശത്തിന് ഹൃദയത്തിന് 30 കോടി വില ഉണ്ട്. എന്നിട്ട് ഒത്തുമില്ല. ചാക 5 സെന്റ് ഉണ്ട്. എന്താണ് മറ്റേ ആ കണക്കന്മാരെ ചുടലന്റെ ഭാഗത്ത് 5 സെന്റ് സ്ഥലമുണ്ട്. അതാ ചാക ഉള്ളത്. ചില ആൾക്കാർ പറയണ വാക്കാണ് ഇതൊക്കെ. നന്ദികേടാണ് സഹോദരങ്ങളെ.
അള്ളാന്റെ റസൂല് അഫലാ അബ്ദൻ ശക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ. അള്ളാന്റെ റസൂല് സഹാബത്തിനോട് പറയണ്ടേ, നിങ്ങളൊരാളും നമ്മൾ ആലോചിക്കണ്ടല്ലോ. ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കണ്ടോ, ഞാൻ തന്നെ ഇപ്പൊ നമ്മളെ നാട്ടിൽ തൗഹീദൊക്കെ ഉള്ള നാള് ഞാൻ തന്നെയാണ്. ഇപ്പൊ ഞാനിവിടെ എത്ര ആൾക്കാർ ഞാൻ തൗഹീദ് പറഞ്ഞിട്ട് മുസ്ലിം ഇവിടെ ശരിയായിട്ട് ഇസ്ലാമിന്റെ ആദർശം മനസ്സിലാക്കിയിട്ട് എല്ലാ ജമാഅത്തിലും ഞാൻ തന്നെ മുന്നിലുണ്ടാല് അല്ലെ. ഈ കഴിഞ്ഞ റമദാനിലൊക്കെ ഞാൻ നല്ല സ്വതക്ക കൊടുത്തുകണ്. അതുകൊണ്ട് ഈ മണ്ണാർക്കാട് താലൂക്കിന് സ്വർഗത്ത് പോകണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ എന്റെ പേരില്ലാതെ കൂലാന്ന് വിചാരിച്ചു ഉണ്ടാവും. സഹോദരങ്ങളെ, നല്ലോ കേട്ടോളി. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓൽക്കുള്ളതാണിത്. അള്ളാന്റെ റസൂല് പറയാണ്, സഹാബത്തിനോടാ പറയണേ, എന്നോടും നിങ്ങളോടും അല്ല പറയണേ, സഹാബത്തിനോട് പറയണേ, നിങ്ങളിൽ നിന്നൊരാളും നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകില്ല എന്നാണ്. ആരാണ്? ഒരു ജീവൻ കൊടുത്ത ആൾക്കാരാണ്. നാടും വീടും ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ ആദർശത്തിന് വേണ്ടി നാട് വിട്ടവരാണ് അവർ അല്ലേ. അവരെ പറ്റിയാണ് അല്ലാഹു റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞത് അവരെ പറ്റിയാണ്. വസാബിഖൂന സാബിഖൂൻ എന്ന് പറഞ്ഞത് അവരെ പറ്റിയാണ്. മുൻകടന്നു പോയവരാണ് അവര്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ അള്ളാന്റെ മാർഗത്തിന് ഒരു ആദർശത്തിന് വേണ്ടി നാടും വീടും സ്വത്തൊക്കെ ഉപേക്ഷിച്ച് എല്ലാം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും സഹോദരങ്ങളെ, ആലോചിക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ സീറോ ആയാലും ബാങ്കിലുണ്ടാവും. ATM കാർഡ് പിന്നെയും കുത്തിയെടുക്കാൻ പറ്റും. നിങ്ങളെ പേരൊക്കെ താണൽ പോയാലും ബാങ്കിലുള്ള അവിടെ ഉണ്ടാവും. അത് മണ്ണാർക്കാട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലക്കാട് പോയി കുത്തി വലിച്ചെടുക്കാൻ പറ്റും ATM കാർഡ്. ഇതൊക്കെ സീറോ, എല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ് അവര്. എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി. സ്വന്തം പിതാവിനെ അവര് വധിക്കുക. നിങ്ങൾ ആലോചിക്ക്, ബാപ്പാനെ കൊല്ല. ഇതൊന്നും ഒരു അറബിക്കും ആലോചിക്കാൻ പറ്റാത്തതാണ്. അത്രയും മാതാപിതാക്കളോട് സ്നേഹവും വാത്സല്യവും ആ ഗർവും വെച്ച് പുലർന്ന അഭിമാനം വെച്ച് പുലർത്തുന്നവരാണ് അറബികൾ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞാണ്, ഓന്റെ സ്പോൺസർ ഉണ്ട് അർബാബ് അല്ലെ. അറബിയാളെ അർബാബ്, സ്പോൺസർ അർബാബ് എന്നാ പറയാ നമ്മളെ നാട്ടുകാർ. അപ്പോ ഓന്റെ സ്പോൺസർ ഒരു ചെക്കൻ അറബി ഉണ്ട്, ചെറിയ ചെക്കനാ. അപ്പോ നല്ല മുത്തക്കിയാണ്, നല്ല ഉസാറാണ്, നല്ല ചെക്കനാണ് എന്ന് എന്നോട് പറഞ്ഞുതരാണ്. എന്റെ ഇപ്പത്തെ അറബി ചെക്കൻ ഉണ്ടോ, ഭയങ്കര ഉസാറാണ്. നമ്മൾ എത്ര ഉസാറ് ഇപ്പൊ എന്താ കണ്ടോ വെച്ചാൽ നമ്മളങ്ങനെ ചോദിക്കുമല്ലോ. ഭയങ്കര ഒരാളെ വല്ലാതെ ഉസാറാക്കുമ്പോ നമുക്ക് അറിയണല്ലോ, പൊതുവെ അതിലൂടെയും ഫിറ്റാക്കാൻ പറ്റുമോ നോക്കണല്ലോ. അപ്പൊ എത്ര വലിയ ഉസാറ് പന്താന്റെ അർബാബിന് ചോദിച്ചാം. അപ്പോ പറഞ്ഞ മറുപടി എന്താ പറയുക, എന്നെ ഏസിന്റെ പണിക്ക് വേണ്ടി അവന്റെ പെരീക്ക് പറഞ്ഞയച്ചു ഒരു ദിവസം. അപ്പോ പോകുമ്പോ എന്നോട് പറയാണ്, ഞാൻ ചെല്ലുമ്പോ എന്റെ വാപ്പ ഉണ്ടാവും അവിടെ. എന്റെ വാപ്പ പെരും ചൊറിയനാണ്. എങ്ങനെ പണിയെടുക്കുന്നോടത്ത് വന്ന് അന്നെങ്ങനെ മാന്തി കൊണ്ടുക്കും. അങ്ങനല്ല ഈ സ്വിച്ച് ശരിയായിട്ടില്ല, അന്നെങ്ങനെ ഇടങ്ങാറാക്കും. ഒരിക്കലും എന്റെ വാപ്പാനെ പറ്റി എന്ത് ചെയ്യരുത്, മോശം വിചാരിച്ചരുത്. എന്റെ വാപ്പാനെ പറ്റി എന്റെ മനസ്സിൽ എന്ത് ചെയ്യരുത്, ഒരു ദേഷ്യം വരരുത്. ഇത് നാളെ പരലോകത്തേക്ക് വെക്കരുത്. അനക്കെ എപ്പ ഈറൊടിച്ചുണ്ടോ അപ്പൊ ഇന്നോട് വിളിക്കുക. എന്നിട്ട് എനിക്ക് പറയാനുള്ള, എന്റെ വാപ്പാനെ പറയാനുള്ള ചീത്തൊക്കെ ഇന്നോട് പറഞ്ഞുകൊണ്ടിയാണ്. എന്താലേ അങ്ങനത്തെ മക്കളെ കിട്ടുമെങ്കിൽ നമ്മളൊക്കെ എന്താ പറയാ, ഒരു തണ്ടുണ്ടാവാ കൊലായ്മ ചൊറിഞ്ഞു മാന്തി ഇങ്ങനെ കുത്തിരിക്കുണ്ടാവും, ഒരു പണിയില്ലായെങ്കിൽ അത് വൈൻഡ് ചെയ്യണ്ടെന്നാ പറയാ. ഇതെന്താ പറഞ്ഞത്, എന്റെ വാപ്പുണ്ടാവും, അത് വയസ്സായിക്കണ, അയാൾ അങ്ങനെയാണ്. അതുകൊണ്ട് എനക്കൊരു വിഷമം തോന്നിയാല് അപ്പൊ എന്നെ വിളിച്ച് ചീത്തറിഞ്ഞോണ്ടി എന്റെ വാപ്പാനെ പറ്റി ഒരു മോശം വിചാരിച്ചില്ല. അത്രയാണ് അറബികൾക്ക് വാപ്പാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വാപ്പാന്ന് പറഞ്ഞാൽ അങ്ങനെ. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു അറബി ചികിത്സക്ക് വന്നിരുന്നു. അപ്പോ 17 മക്കളുണ്ട് അറബിക്ക്. അപ്പൊ 2 ആൺകുട്ടികളാണ് വാപ്പാനെ നോക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോ ഇതില് ഒരുത്തുണ്ട്, ഓൻ ഗുളികെടുത്തുകൊടുത്താലേ വാപ്പ കുടിച്ചുള്ളൂ, ഓൻ വെള്ളം എടുത്തുകൊടുത്താലേ വാപ്പ കുടിച്ചുള്ളൂ, മറ്റോടുത്തുകൊടുത്താൽ കുടിച്ചില്ല. ഓനോട് അത്രയും സ്നേഹമാണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ കാണും, നമുക്കൊരു ഹരാണല്ലോ ഇത് ബന്ധം ഇങ്ങനെ. അപ്പൊ മറ്റോനോട് ചോദിച്ചപ്പോ പറയണേ, ഇവന്റെ ഉമ്മാനെ വാപ്പ 2 മാസമായി തലാക്കില്ലേ. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? അതായത് ഇവന്റെ ഉമ്മയും ബാപ്പയും ആകെ ജീവിച്ച് 2 മാസമാണ്. 2 മാസത്തെ ബന്ധത്തിലുണ്ടായ ചെക്കനാണത്. നമ്മളെ നാട്ടിലോ ബാപ്പാനെ കണ്ട കല്ലെടുത്തെറി. 2 മാസം കഴിഞ്ഞ് ഉമ്മാനെ തലാക്കില്ല, ബാപ്പാനെ കണ്ടാല് കല്ലെടുത്തെറി. എന്നിട്ട് ആ മകനും ബാപ്പയും തമ്മിലുള്ള ബന്ധം അത്. ഓൻ വെള്ളം കൊടുത്താലേ ബാപ്പ കുടിച്ചുള്ളൂ, ഓൻ ഗുളി കൊടുത്താലേ ബാപ്പ കുടിച്ചുള്ളൂ, ഓൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ബാപ്പ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഓൻ ഉറങ്ങൂല. അത്രയും സ്നേഹം. അങ്ങനെയാണ്. അതാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാല്. അറബികളുടെ സ്റ്റൈലി അങ്ങനെയാണ്.
അങ്ങനത്തെ പിതാവിനെ കൊല്ലുകയെന്ന് പറഞ്ഞ നിങ്ങൾ ആലോചിച്ച് നോക്കി. ബദറിലൊക്കെ സ്വന്തം പിതാക്കളെ കൊന്നവർ സ്വന്തം മക്കൾക്കെതിരെ വാളെടുത്തവർ എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടി? ഈ ആദർശത്തിന് വേണ്ടിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്ന ആദർശത്തിന് വേണ്ടി അത്രയും ത്യാഗം ചെയ്തവരാണവർ. അത്രയും ത്യാഗം ചെയ്തവരാണവർ. അവരെ പറ്റിയാണ്, അവരോടാണ് പറയുന്നത്. നിങ്ങൾ ഒരാളുടെ കർമ്മം കൊണ്ട് നിങ്ങൾ സ്വർഗത്ത് പോകില്ലാന്ന്. നമ്മളോടല്ല. എപ്പോഴെങ്കിലും നിസ്കരിച്ച് നിർവഹിച്ച് നമ്മളോടല്ല പറഞ്ഞത്, അവരോടാണ് പഠിച്ചോ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾ സ്വർഗത്ത് പോകില്ല നിങ്ങളെ കർമ്മങ്ങൾ കൊണ്ട്. ആ ചോദ്യം കേട്ടപ്പോ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അതാണ് സഹാബത്ത് പറഞ്ഞാല് അല്ലേ, നിങ്ങളെ കർമ്മം കൊണ്ട് സ്വർഗത്ത് പോലും പറഞ്ഞപ്പോഴേ ആകെ സ്വർഗത്തിനും വേണ്ടിയാണ് ഈ പണി മുഴുവൻ എടുക്കുന്നത്. ആയത്തിറങ്ങുമ്പോ ഓരങ്ങോട്ട് കൊടുക്കാണ്. ആയത്തിറങ്ങില്ലേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാകുകയില്ല എന്ന് പറയുമ്പോൾ വിശ്വാസികളാകൂല എന്ന് പറയുന്ന സന്ദർഭത്തിൽ അവര് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാന്റെ മാർഗത്തിൽ നമ്മളാണ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വിശ്വാസില്ല. നിങ്ങൾ പുണ്യവാന്മാരാവില്ല. വിശ്വാസിൽ നിങ്ങൾ പുണ്യവാന്മാർ, നിങ്ങൾക്ക് പുണ്യം നേടാനാവൂല. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാകൂല എന്ന് പറഞ്ഞപ്പം അവരേറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൊടുത്തേക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖൈബറിൽ കിട്ടിയ ഗനീമത്തിന് വിശ്വാസം കൊണ്ട് ഞാൻ കൊടുത്തേക്കാണ്. നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, 5 സെന്റ് സ്ഥലം ഈ മണ്ണാർക്കാട് റോഡ് സൈഡിൽ നിങ്ങൾക്ക് 10 സെന്റ് സ്ഥലം ഉണ്ടെന്നാണ് നിങ്ങൾ കൊടുക്കോ? അല്ലെ, പള്ളിക്ക് ഒരാളോട് പോയിട്ട് സ്ഥലം ചോദിച്ചപ്പോ അയാൾ പറയണേ അയാളെ സ്ഥലമാണ് ശരിക്കും അത്. നമുക്കറിയാം പൈസക്ക് തന്നെയാണ്, കുറച്ച് തരുമെന്ന് ചോദിച്ചാൽ വേണ്ടിയിട്ട് ചെന്നപ്പോ അതങ്ങനെ വിൽക്കണില്ല, ഞാനും എന്റെ പെണ്ണുങ്ങൾ അമ്മോനും കൂടി വാങ്ങിയതാണ്. മൂപ്പര് ശൂന്യാണ്, മൂപ്പര് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. വിൽക്കാൻ ഉദ്ദേശമില്ലാത്ത മുതലിനൊക്കെ ഞാനും പെണ്ണുങ്ങൾ അമ്മോനും കൂടി വാങ്ങിയതാണ്, പെണ്ണുങ്ങൾ അമ്മോന് താല്പര്യമില്ല പറഞ്ഞാൽ മതി. നമുക്കറിയാം മൂപ്പരതാണ്. നമുക്ക് പിന്നെ ആധാരം ഒന്ന് ചോദിച്ചാൽ മതി. ചിലപ്പോ ഇവിടെ ആയത്തിറങ്ങുമ്പോ നോക്കി, ആയത്തിറങ്ങുമ്പോ അബൂ തല്ലത്തുൽ അൻസാരി എന്താ ചെയ്യണ് അല്ലെ, അബൂ തല്ല എന്താ ചെയ്യണ്, എന്താണ് ബൈറുഹാഗ് തോട്ടം. ആ ബൈറുഹാഗ് തോട്ടം ആ മദീന പള്ളിയോട്, അന്നത്തെ കാലത്ത് മദീന പള്ളിന്റെ ചേർന്ന് നിൽക്കുക. ഇന്ന് മദീന പള്ളിന്റെ ഉള്ളിലാണ് ആ തോട്ടം കിടക്കുന്നത്, ആ സ്ഥലം കിടക്കുന്നത്. ആ കിണറൊക്കെ അവിടെ എപ്പോഴും ഉണ്ട്, അടയാളം. ആ തോട്ടം അത്രയും നല്ല തോട്ടാണ്. അന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലക്ഷക്കണക്കിന് സെന്റിന്റെ 50 ലക്ഷം കിട്ടുന്ന അറിയില്ലേ, അജാതി മുതലാണ് കൊണ്ടുപോയിട്ടാണ് കൊടുത്ത് പഠിച്ചോന്. അള്ളാന്റെ റസൂലിന് എടുത്തോളി എന്നിട്ട് അവരോടാ പറഞ്ഞത് നിങ്ങളെ കർമ്മം കൊണ്ട് നിങ്ങൾ സ്വർഗത്ത് പോല. തിരിച്ചു ചോദിച്ചു നബിനോട്, നിങ്ങൾ പോകുമെന്ന്. നിങ്ങളെ കർമ്മം കൊണ്ട് പോകും. നേരം പൊളിപ്പോളം നിസ്കരിച്ച നബിനോട് ചോദിക്കാണ്, നിങ്ങളെ കർമ്മം കൊണ്ട് പോയോ? ഇല്ല. നബി പറഞ്ഞ തരോ പോകൂല എന്നാണ്. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ മൂടിയാലല്ലാതെ എന്നാണ്, മൂടിയാലല്ലാതെ. അതുകൊണ്ട് ഈ കാരുണ്യം വർഷിക്കുന്ന സമയമാണത്. ഈ മാസം എന്ന് പറഞ്ഞാല് അള്ളാന്റെ റഹ്മത്ത് വാരിക്കോരി കൊടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഓരോ സെക്കൻഡ് ഉണ്ടല്ലോ നഷ്ടപ്പെടാൻ പാടില്ല. മാക്സിമം പിടിച്ചണം. മാക്സിമം നമ്മൾ പിടിച്ചെടുത്തിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചായി മാറും. അപ്പൊ അതുകൊണ്ട് ഈ റമദാൻ കൊണ്ട് നമ്മൾ ഈ റമദാനിന് ശേഷം നമ്മൾ ഈ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് കൃത്യമായിട്ടൊരു നിലപാടുണ്ടാകണം. അത് ഒന്നാമത്തത് നമ്മുടെ ആദർശം തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ എന്താ പറയുക, മുജാഹിദിന്റെ പരിപാടിക്ക് പോയാൽ ഒരു കുഴപ്പം എന്താ വെച്ചാല് ഇവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും ഇതന്നെ ചൊല്ലും അല്ലെ. പണ്ട് ഈ വട്ടാളപ്പള്ളിയില് കുത്തുബ ചെല്ലാൻ മുജാഹിദ് സെന്ററിൽ ആള് പോവുക ചെയ്യാം. അപ്പൊ ആരാണ് അവിടെ ഉള്ളത്, ഒരാളെ പറഞ്ഞേക്ക കുത്തുബക്ക്. പണ്ടത്തെ കാലത്ത് ഏറ്റവും പണ്ട്. അപ്പോ എല്ലാ പ്രാവശ്യം പുതിയ ആൾക്കാർ വന്ന് വല്ലസർ പറഞ്ഞു പോകും. എളുപ്പമല്ല വല്ലസർ ഓതിയാണെന്ന് പറഞ്ഞാല് ചെറിയ കുത്തുബായി. അപ്പൊ രണ്ടാൾക്കാർ ഇങ്ങനെ ഒതുണ്ടാക്കുകയാണ് അവിടെ. അപ്പൊ ഒരുത്ത മറ്റവനോട് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ച എന്തേനു, കഴിഞ്ഞ ആഴ്ച വല്ലസറായി, അതിന്റെ മുമ്പത്താഴ്ച വല്ലസറായി, ഇനിയിപ്പോ പുതിയൊരു വല്ലസറായിക്കാരെന്നാണ്. അപ്പൊ ഉമർ മൗലവി അന്ന് കുത്തുബ പറയാൻ വേണ്ടി അങ്ങോട്ട് വന്നതാണ്. മൂപ്പര് ഇത് കേൾക്കാണ്. മൂപ്പരാണ് അതിന് വന്നത് ഇവർക്കറിയില്ല, ഉമർ മൗലവി അറിയാത്ത ആൾക്കാരാണ് ഈ പറയുന്നത്. മൂപ്പര് അന്നൊരു വല്ലസർ പറഞ്ഞവിടെ, അന്നും ഒരു വല്ലസർ പറഞ്ഞു, ഇതുവരെ കേൾക്കാത്തൊരു വല്ലസർ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞ തൗഹീദ് എന്താ, തൗഹീദ് നമ്മൾ പറയേണ്ട സാധനമാണ്. കാരണം അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാല് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ യഅ്ബുദല്ലാഹ ലാ യുശ്രിക് ബിഹി ഷൈഅൻ.
ويقيموا الصلاة ويؤتوا الزكاة ويؤتي الزكاة ويصوم رمضان ويجتنب الكبائر إلا دخل الجنة. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ നമസ്കാരം നിലനിർത്തിക്കൊണ്ട് സക്കാത്ത് കൊടുത്ത് നോമ്പ് റമദാനിൽ നോമ്പ് നോറ്റ് വൻ പാപങ്ങളിൽ നിന്ന് അകന്നു നിന്നാല് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കൂല എന്നാണ്. കാരണം സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം തൗഹീദാണ്. അപ്പൊ അതില്ലാതെ നമ്മൾ എന്ത് കർമ്മങ്ങൾ എത്ര തന്നെ ചെയ്താലും, വിശുദ്ധ ഖുർആനിലേക്ക് ഏറ്റവും കൂടുതൽ നബിമാരെ പേര് പറഞ്ഞ സൂറത്തു അൻആമില് അടുപ്പിച്ച് 18 നബിമാരെ പേര് പഠിച്ചോൻ പറയുന്നുണ്ട്. وَتِلْكَ حُجَّتُنَا آتَيْنَاهَا إِبْرَاهِيمَ عَلَى قَوْمِهِ എന്ന് പറഞ്ഞിട്ട് പിന്നെ وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ وَنُوحًا അങ്ങനെ ഒരു 18 പ്രവാചകന്മാരെ വസകരിയ വയഹ്യ വഈസ വഇല്യാസ് വഇസ്മാഈല വൽയസഅ വയൂനുസ്. എന്നിട്ട് പടച്ചോൻ ആ ആയത്ത് അവസാനം അത് സമ്മറി വരണം തരേ ذَلِكَ هُدَى اللَّهِ يَهْدِي بِهِ مَن يَشَاءُ مِنْ عِبَادِهِ وَلَوْ أَشْرَكُوا لَحَبِطَ عَنْهُمْ مَا كَانُوا يَعْمَلُونَ. ഈ 18 പ്രവാചകന്മാരൊക്കെ അല്ലാഹു സന്മാർഗം നൽകി എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ പറയാണ്, ഇവരിൽ ആരെങ്കിലും ഇവരൊക്കെ എന്താണ്, ഇവരെ അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്നെങ്കിൽ അവർ പ്രവർത്തിച്ചതെല്ലാം എന്താവും, ബാത്തിലാകു പോകുമായിരുന്നു. അപ്പൊ അത്രയും നബിമാരെ ഒന്നിച്ച് പറഞ്ഞതിന് ശേഷം പടച്ചോൻ പറയാണ്, ഇവര് ശിർക്ക് ചെയ്താലും എന്ത് ചെയ്യും, അവരുടെ കർമ്മങ്ങള് ബാത്തിലായി പോകുന്നു. അതുകൊണ്ട് ഇതൊരു ഗൗരവമുള്ള വിഷയം. നമ്മൾ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും അല്ലെ, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു പണ്ട് അറേബ്യയില്. അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ അറിയാത്ത മക്കക്കാരില്ല എന്നാണ്. മക്കയിലെ ഏതൊരു കുട്ടിക്കും അറിയാം അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ ആരാണ്. എന്താണ് അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്ന് പറഞ്ഞാല് അന്ന് മക്കത്ത് ജീവിച്ചിരുന്ന വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ആരെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൂപ്പരെടുത്ത് പോയിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യും, മൂപ്പര് പൈസ കൊണ്ട് സഹായിക്കുന്നതാണ്, മുതലോണ്ട് മൂപ്പര് സഹായിക്കും. അത്രയും ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഭയങ്കര കുരുത്തം കെട്ട ചെക്കനെയാണ്. എങ്ങനെ നന്നാക്കാൻ നോക്കി നന്നാക്കാതെ അല്ലാതെ കൊലപാതകവും വ്യഭിചാരവും ആകെ എല്ലാ തോന്നിയാസങ്ങളായിട്ട് നടക്കുന്നത്. അങ്ങനെ അവസാനം തറവാടിന്റെ പേര് മോശമാവും വെച്ച് വാപ്പി അളാപ്പി മൂത്താപ്പിയും കൂടി നാട് കടത്താൻ തീരുമാനിച്ച ഇവര് മൂപ്പര് അറിഞ്ഞിട്ട് മൂപ്പര് മെല്ലെ സ്ഥലം വിടണം അവിടെ. അങ്ങനെ മൂപ്പര് നാട് വിട്ടുപോയി ഒരു 2 മലന്റെ അടിയിൽ എത്തിയിട്ട് അവിടെ വലിയൊരു സ്വർണത്തിന്റെ നിധി കണ്ടു, സ്വർണത്തിന്റെ ശേഖരം കണ്ടു. ഇങ്ങനെ അവിടുന്ന് മൂപ്പർക്ക് മനംമാറ്റം കാണും. മൂപ്പര് ആ സ്വർണം കുറച്ചെടുത്തിട്ട് നാട്ടിക്ക് വന്നിട്ട് മൂപ്പര് അക്രമം ചെയ്തവർക്കൊക്കെ മൂപ്പര് നഷ്ടപരിഹാരം കൊടുത്തിട്ട് മൂപ്പര് എന്ത് ചെയ്തു, നന്നാകുകയാണ്. പിന്നെ ആരെന്ത് സഹായം ചോദിച്ചാൽ അപ്പെടുത്തു കൊടുക്കും. അപ്പല്ലെങ്കിൽ മൂപ്പര് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് നിധി എടുത്തിട്ട് പിന്നെയും കൊണ്ടേ കൊടുക്കും. അങ്ങനെ ജനങ്ങളെ സഹായിച്ച മനുഷ്യനാണ് അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ. അവരെ പറ്റി ആയിഷ ബീവി നബിയോട് ചോദിക്കുന്നുണ്ട്, എന്ത് അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ സ്വർഗത്തിലാണോ, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ സ്വർഗത്തിലാണോന്ന് ആയിഷ ബീവി നബിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി പറഞ്ഞാൽ തരോ, ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുമ്മ ഗഫിർ ലി യൗമ തുബഅസൂൻ, ല്ലേ, അല്ലാഹുവേ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എനിക്ക് പുറത്തു തരേണമേ എന്ന് ഒരിക്കൽ പോലും ജീവിതത്തിൽ അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നരകത്തിലാണെന്നാ പറഞ്ഞത്, നരകത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും ഇവിടെ AKG സ്വർഗത്ത് പോവും, മദർ തെരേസ സ്വർഗത്ത് പോവും എന്നൊക്കെ ഇവിടെ വലിയ അറിവുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞാലൊന്നും വലിയ വഞ്ചിതരാകേണ്ട ആവശ്യമില്ല. അഖീദ ക്ലിയർ ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ ഏകനായ ദൈവം അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പ്രഖ്യാപിക്കാതെ ആ അല്ലാഹു അയച്ച പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കാതെ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്ന വിശ്വാസമില്ലാതെ കർമ്മങ്ങൾ തൂക്കപ്പെടും. നരകമുണ്ട്, സ്വർഗമുണ്ട്, വിചാരണയുണ്ട്, രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. പ്രവാചകന്മാർ അതൊക്കെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നത് വിശ്വസിക്കാത്ത ഒരാളും സ്വർഗത്തിൽ പോകാൻ പോണില്ല. അതിൽ യാതൊരു സംശയമില്ല. അത് ഈ മതത്തിന്റെ അടിസ്ഥാനമാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനമാണത്. അതിൽ യാതൊരു സംശയം, ആരെങ്ങനൊക്കെ ഉരുട്ടിച്ചൊറിഞ്ഞ് ചൊറുക്കിൽ പറഞ്ഞാലും സഹോദരങ്ങളെ അതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് അഖീദ ക്ലിയർ ആകണം. അഖീദ ക്ലിയർ. അള്ളാഹുവിന്റെ റസൂലിനോട് മക്കക്കാര് മുഴുവൻ നബിന്റെ അടുത്ത് വരികയാണ്, അല്ലെ. എന്താണ് മക്കയിൽ എന്ന് പറഞ്ഞാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോ എന്താണ്, അവർക്ക് അള്ളാഹുവിനെ അറിയാം. അള്ളാഹു ഏകനാണെന്ന് അവർക്കറിയാം. അള്ളാഹു ആണ് മഴ പെയ്യിക്കുന്നത്, അള്ളാഹു ആണ് ആകാശങ്ങളും ഭൂമി ഉണ്ടാക്കിയത്. അതിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ എന്താ പ്രശ്നം, അവര് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ലാത്തനെ വിളിച്ചിരുന്നു.